ഉള്ളത് പറയുമ്പോൾ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല. പ്രിയവും അപ്രിയവുമല്ല, സത്യമാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. ഈ വീഡിയോ ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന വാദഗതികൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബോച്ചെ വേഴ്സസ് ഹണി റോസ് എന്ന ഒരു ദ്വന്ദ്വത്തിലേക്ക് കേരളത്തിലെ പല ആൾക്കാരും പോകുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അമിതമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ അംഗീകരിക്കുന്നു. കുന്തി എന്ന ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി അദ്ദേഹം പ്രയോഗിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ? ഈ കാണുന്ന ഒരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം അമിതമാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കണ്ടേ? ഹണി റോസിന്റെ വസ്ത്രധാരണം, ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കുന്ന പ്രവണത, ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഓവർ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് പ്രൊജക്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഹണി റോസ് ചെയ്യാറില്ലേ? അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അതിനർത്ഥം ഹണി റോസിനെ ആർക്കും എന്തും പറയാമെന്നല്ല. തീർച്ചയായിട്ടും ഹണി റോസിനെയോ അല്ലെങ്കിൽ മുമ്പ് അമല പോളിനെയോ അല്ലെങ്കിൽ ദിവ്യപ്രഭയോ ഏത് അഭിനേത്രിമാരാണെങ്കിലും ഒരു കലാകാരികളാണ് നമ്മൾ ബഹുമാനിക്കണം. ഹണി റോസ് തെലുങ്കിലടക്കം, അല്ലെങ്കിൽ അമല പോൾ തമിഴിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലും, ഇപ്പം ദിവ്യപ്രഭ ലോകതലത്തിൽ തന്നെ പോയി നമ്മുടെ കേരളത്തിനും മലയാളത്തിനും അഭിമാനം ഉണ്ടാക്കിയവരാണ്. പക്ഷെ അവരുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ദയവായി നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ? സത്യസന്ധമായി പറയണം, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ച് അങ്ങനെ കമന്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും മോശക്കാരാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? കാണിക്കുന്നെങ്കിൽ കാണാൻ ആളുണ്ടാകും എന്നുള്ളതല്ലേ ലോകത്തിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയല്ല. അത്തരം നെഗറ്റീവ് അറ്റൻഷനും മറ്റും വരുന്ന താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇനിയും പല ആൾക്കാരും അതിനെ അമിത വൈകാരവൽക്കരിച്ച് എന്താ അമ്മയും പെങ്ങളെയും അങ്ങനെ പറയുന്നോടാന്നൊക്കെ ചോദിക്കും. നമ്മുടെ ആരുടെയെങ്കിലും അമ്മയും പെങ്ങളും ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്ത് വെളിയിറങ്ങുന്നത്? നമ്മുടെ ആരുടെയെങ്കിലും അമ്മയും പെങ്ങളും ഇങ്ങനെ വസ്ത്രം ധരിച്ചാണോ വെളിയിൽ ഇറങ്ങുന്നത്? നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ചില അതിർവരമ്പുകൾ, സഭ്യത, മാന്യത, അത് സംസാരത്തിൽ വേണം, അത് വസ്ത്രധാരണത്തിൽ വേണം, അത് എല്ലാ കാര്യങ്ങളിലും വേണമെന്ന് പറയണം. ഇനിയും ബോച്ചയെ പോലീസുകാർ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു, എന്താ പറയണ, കാറ് വളച്ചിട്ട് അറസ്റ്റ് ചെയ്തു നോക്കുക. ബോച്ചെ തീവ്രവാദിയൊന്നും അല്ലല്ലോ, എവിടെയും വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളല്ലേ. ഈ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സും കുടുംബവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതൊക്കെ മീഡിയയുടെ കയ്യടി കിട്ടാനും നമ്മുടെ ലിബറൽ സുഹൃത്തുക്കളുടെ, അല്ലെങ്കിൽ ഈ തീവ്ര ലെഫ്റ്റ് ലിബറൽ വാദികളുടെ കയ്യടി നേടാനാണ്. എൻ്റെ വീഡിയോ നോക്കുന്നവർക്കറിയാം, നല്ലൊരു ശതമാനം വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് തീവ്ര വലതുപക്ഷവാദികൾക്കെതിരെയാണ്. കാര്യം അവർ ഈ രാജ്യത്തിന്റെ ഫാബ്രിക്കിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ ഈ തീവ്ര ലിബറലുകളും ഈ തീവ്ര ഇടത് ലിബറലുകളും നമുക്ക് ദോഷമേ ചെയ്യും. നമുക്കൊരു മധ്യപാതയാണ് ആവശ്യം, മോഡറേറ്റ്നെസ് ആണ് ആവശ്യം. അതുകൊണ്ട് ബോച്ചയുടെ വാക്കുകൾ ഓവറാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും ഓവറാണ്. ബോച്ചെ ആ വാക്കുകൾക്ക് മിതത്വം കൊണ്ടുവരണം, സംശയമൊന്നുമില്ല, അദ്ദേഹം ആ വാക്കുകൾക്ക് മിതത്വം കൊണ്ടുവരണം. അതേപോലെ ഹണി റോസ് അടക്കമുള്ളവർ അവരുടെ വിപണന മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മോശമായിട്ടോ വൾഗറായിട്ടോ വസ്ത്രം ധരിക്കുകയാണെന്ന വിമർശനം വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളണം, അത് തിരുത്താൻ തയ്യാറാകണം, ആ വിമർശനത്തിനെ അക്നോളജ് ചെയ്യണം. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണെന്നൊക്കെ പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതൊന്നും അല്ലല്ലോ. അതായത് അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുങ്കിലാണ് ബോച്ചെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നു. 3 ദിവസം മുമ്പ് കൂടെ പോലും, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബോച്ചയുടെ നിന്ന് തന്നെ പണം മേടിച്ച് അദ്ദേഹത്തിന് ഇനോഗ്രേഷന് പോയതല്ലേ. അതുകൊണ്ട് ബോച്ചയ്ക്ക് ഒരു മോശം വാക്ക് പറയാമോ? ഒരു കാരണവശാലും പാടില്ല, അതിനൊന്നും ഒരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം മൂലം ഇങ്ങനെയൊന്നും പറയരുത്. പകരം അതോടൊപ്പം വസ്ത്രധാരണത്തിലും മയവും മിതത്വവും കാണിക്കണം എന്ന തിരിച്ചറിവ് നമ്മുടെ കലാകാരികൾക്ക്, അഭിനേത്രികൾക്ക് ഉണ്ടാകട്ടെ. കുമാരി ഹണി റോസിനും നമ്മുടെ എല്ലാ അഭിനേത്രികൾക്കും നല്ലൊരു കരിയർ ഭാവിയിൽ ഉണ്ടാകട്ടെ. നമസ്കാരം. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.